ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്തിനെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകിയതിനെ ട്രോളിയും വിമർശിച്ചും സഞ്ജു സാംസൺ ആരാധകർ. BCCIയുടെ അരുമപുത്രനായതുകൊണ്ടാണ് അർഹതയില്ലാഞ്ഞിട്ടും പന്തിനെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകിയതെന്നാണ് സഞ്ജു ഫാൻസിൻ്റെ ആരോപണം. 2020 ലോകകപ്പ് ടീമിൽ പ്രധാന വിക്കറ്റ് കീപ്പറായി പന്തിനെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിതെന്നും സഞ്ജു ഫാൻസ് സംശയിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ഗുജറാത്ത് 89 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. വെറും 8.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്ത് 17.3 ഓവറിൽ 89 ഓൾ ഔട്ടായി. ഡൽഹിക്കായി ബാറ്റിങ്ങിനിറങ്ങിയ പന്ത് 11 ബോളിൽ 16 റൺസുമായി പുറത്താകാതെ നിന്നു. ഈ 16 റൺസ് എടുത്തതിനാണോ പന്തിന് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നൽകിയതെന്ന് ചോദ്യമുയർന്നിട്ടുണ്ട്. ഡൽഹിക്ക് വേണ്ടി മുകേഷ് കുമാർ 2.3 ഓവറിൽ വെറും 14 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മുകേഷ് കുമാറല്ലേ കളിയിലെ താരം ആകേണ്ടതെന്നും സഞ്ജു ആരാധകർ ചോദിക്കുന്നു. എന്നാൽ ഋഷഭ് പന്തിന് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നൽകാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. 11 പന്തിൽ പുറത്താകാതെ 16 റൺസ് നേടിയതിനൊപ്പം പന്തിൻ്റെ ക്യാപ്റ്റൻസി മികവും വിക്കറ്റ് കീപ്പിങ്ങും പരിഗണിച്ചാണ് കളിയിലെ താരമായി തിരഞ്ഞെടുത്തത്. ഗുജറാത്തിനെ 89 റൺസിന് ഓൾ ഔട്ട് ആക്കിയതിൽ ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിക്കും പ്രശംസ ലഭിക്കുന്നു. അതോടൊപ്പം വിക്കറ്റ് കീപ്പിങ്ങിൽ പന്ത് മികച്ച പ്രകടനമാണ് നടത്തിയത്. 2 ക്യാച്ചുകളും 2 സ്റ്റംപിങ്ങും പന്തിൻ്റെ പേരിലുണ്ട്. ഡേവിഡ് മില്ലർ, റാഷിദ് ഖാൻ എന്നിവരെയാണ് പന്ത് ക്യാച്ചിലൂടെ പുറത്താക്കിയത്. അഭിനവ് മനോഹർ, ഷാറൂഖ് ഖാൻ എന്നിവരെ സ്റ്റംപിങ്ങിലൂടെയും പുറത്താക്കി.